ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മഞ്ചിഷ്ടനെ കുറിച്ച് പറയാൻ വിചാരിച്ചിട്ടോ. നമ്മളെ എനർജെക്സ് ഓർഗാനിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ചിഷ്ട. മഞ്ചിഷ്ട കൊണ്ട് നമ്മൾ സോപ്പ്, അതുപോലെ ക്രീം, എണ്ണ, ഷാമ്പു, ഫേസ് വാഷ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് മഞ്ചിഷ്ട. കള്ളങ്ങൾ മഞ്ചിഷ്ടൻ്റെ ഇതാണിത്. മഞ്ചിഷ്ടൻ്റെ വേരാണ് ഔഷധയോഗ്യം. ആയുർവേദത്തിൽ ഇതിന് അമൃതം എന്നൊക്കെയാണ് പറയുക, ഔഷധങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെയാണ് എനർജെക്സിനും. ഇതൊരു ഞങ്ങളെ പ്രൊഡക്റ്റിൻ്റെ ഒരു രാജാവ് തന്നെയാണിത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ എനിക്കറിയണത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതുകൊണ്ടുള്ള സോപ്പിൻ്റെയും അതുപോലെ തന്നെ ക്രീമിൻ്റെ ഒക്കെ ഭയങ്കര റിസൾട്ട് ആൾക്കാർ പറയലുണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ആ റിസൾട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ മുഖത്തെ കല കളയാൻ, അതുപോലെ മുഖക്കുരുണ്ടായ പാടുകൾ കളയാൻ, പിഗ്മെൻറ്റേഷൻ കളയാൻ ഒക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് കസ്റ്റമർ റിവ്യൂ നമുക്ക് കിട്ടുന്നത്. സോപ്പ് കൊണ്ട് മുഖം കഴുകി കഴിഞ്ഞാൽ വളരെയധികം ഗ്ലോയിങ് കിട്ടുന്നുണ്ട്, ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇതന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റൂട്ടത്. നമ്മളെ പുറത്ത് തൊലിപ്പുറത്തുള്ളത് മാത്രമല്ല അതുകൊണ്ടുള്ള ഉപകാരം. അകത്തേക്കും വളരെയധികം രക്തം ശുദ്ധീകരിക്കാനും രക്തചംക്രമണത്തിനൊക്കെ വളരെയധികം സഹായിക്കും. നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നിയന്ത്രിക്കുക, അതിൻ്റെ കഷായം വെച്ച് കഴിച്ചാൽ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മോക്കുരുവിനും അതുപോലത്തെ കലകൾക്കും പുറത്തുള്ള ചൊറി, ചിരങ്ങ്, അങ്ങനത്തെ സകല ത്വക്ക് രോഗങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് കഷായം, കൽക്കം, അതുപോലെ തന്നെ ലേപനം, എണ്ണകൾ ഒക്കെ കാച്ചണതും ഇതിൻ്റെ ഈ ഔഷധ മൂല്യം കൊണ്ട് തന്നെയാണ്. നമുക്കിത് സുലഭമായിട്ട് കിട്ടുന്നത് ഔഷധ കടകളിൽ നിന്നാണ് കേട്ടോ. പക്ഷെ നമ്മളിത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല, നമ്മൾ ഔഷധ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇങ്ങനെ ഉണങ്ങിയ വേരാണ് നമുക്ക് കിട്ടാറ്. പിന്നെ നമ്മളത് പൊടിക്കണതിൻ്റെ ആവശ്യത്തിന് പൊടിക്കലും, കഷായം വെക്കുന്നതിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ കേക്ക് കഷായം വെക്കലൊക്കെയാണ്. അതല്ലാതെ നമ്മളതിൻ്റെ ചെടികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെടികൾ കാണാം എന്നല്ലാതെ നമ്മളതിൻ്റെ ചെടികളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഈ മഞ്ചിഷ്ടനെ കുറിച്ചും അങ്ങനത്തെ ഔഷധ മൂല്യമുള്ള സസ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരുങ്ങിയത്. അങ്ങനെ ഞാൻ കുറേ പഠിച്ചതിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റിനും ഇതൊക്കെ എങ്ങനെയൊക്കെ ഇത് ഉപകാരപ്പെടും, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ എന്നൊക്കെ അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതിന് ചേർക്കാനും, ഇങ്ങനെ എത്രത്തോളം ഇതിന് ഔഷധ ഗുണമുണ്ട്, അതുകൊണ്ട് എത്രത്തോളം ദോഷമുണ്ട് എന്നൊക്കെ ഞാനിതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളെ ഈ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതാണ് നമ്മളെ മഞ്ചിഷ്ട സോപ്പ്. ഈ മഞ്ചിഷ്ട സോപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ കലകളും എല്ലാം പോയിട്ട്, കണ്ണിൻ്റെ അടിയിലെ കറുപ്പും, ഇതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് വളരെയധികം കലകളും കുത്തും പുള്ളിയൊക്കെ ഉള്ള, വളരെയധികം കുഴിയും കുണ്ടും ഒക്കെ ഉള്ള ഒരു മുഖമായിരുന്നു കേട്ടോ എൻ്റെത്. ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ പഠിച്ച് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനത് പുറത്തേക്ക് ഇറക്കിയത് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. നമ്മളത് ഹെർബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മൈലാഞ്ചി ഉപയോഗിക്കണ മാതിരിയാണ്. സ്ഥിരമായിട്ട് ഇട്ടെങ്കിലേ മൈലാഞ്ചി ചോക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ പ്രൊഡക്റ്റ് ഇട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുക തീർച്ചയാണ്. ഈ പ്രൊഡക്റ്റ് തന്നെ റിസൾട്ട് തരും. അപ്പം നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ 88 91 73 28 97 എന്ന നമ്പറിലേക്ക് വിളിച്ചോളിട്ടോ. നിങ്ങളെ എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്തരും കേട്ടോ.